ഹലോ ഗൈസ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു കൊച്ചൊരു മോർണിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡെയിലി വീഡിയോ ഇടാമെന്ന് കരുതും. ഡെയിലി വീഡിയോ ഇടാനായിട്ട് ചില ദിവസങ്ങളിൽ പറ്റുന്നില്ല. മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡേ മൈ ലൈഫ് ചെയ്താലും കാണാനൊക്കെ ഒരുപാട് പേര് കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു മടിയാണ്, ആരും കാണുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു മടിയാണ്. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും വീഡിയോ ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ടും ആണ് ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒക്കെ കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു എന്താ പറയണേ, ഒരു താല്പര്യം കൂടും. അപ്പോൾ നമ്മളിതാ ഒരു വീശപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ചെന്ന് പറയുമ്പോൾ മില്ലിൽ പൊടിച്ചതാണ് കേട്ടോ. നമ്മൾ അല്ലാതെ മാവ് വാങ്ങിച്ചാൽ അത് എനിക്കത്ര ശരിയാവത്തില്ല. അപ്പോൾ മില്ലിൽ പൊടിച്ച മാവാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒരു തരിയരിപ്പുള്ളൊരു മാവ്, മറ്റേ ഭയങ്കര സോഫ്റ്റ് മാവാണ് കേട്ടോ. അത് എപ്പോഴും കുഴയ്ക്കപ്പോൾ എനിക്ക് പണി കിട്ടാറുണ്ട്. അങ്ങനെതാ ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് നമ്മൾ ഇഡ്ഡലി കുട്ടുകത്തിലുണ്ടാക്കാം. അപ്പോൾ വീശപ്പം ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ വാഴയില വാട്ടിയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ തവണ നമുക്ക് ഒരു വീശപ്പത്തിന് ഉണ്ടാക്കുന്നൊരു എന്താ ഒരു പാത്രം വാങ്ങിക്കണമെന്ന് കരുതി. അപ്പോൾ ഇത് 3 തട്ടായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ദോശക്കല്ലും കൂടെ വാങ്ങിച്ചപ്പോൾ അതിന് ഒരു പ്ലാൻ എന്ന് പറയാം, പാനല്ല, കല്ലെന്ന് പറയാം. അപ്പോൾ ആ കല്ലും കൂടെ വാങ്ങിയപ്പോൾ ഒരു 120 രൂപയൊക്കെയാണ് ആയത്. അപ്പോൾ നമ്മളിതാ രാവിലെ അരിയൊക്കെ വെളിയിൽ അടുപ്പത്തിട്ടു. അപ്പോൾ അമ്മയാണ് അടുപ്പത്തൊക്കെ ഇട്ടേക്കണതും. അപ്പം ഞാനിവിടെ എന്തായാലും വീശപ്പം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് മാവൊക്കെ കുഴച്ച് അപ്പോൾ അതിങ്ങനെ ചെറിയ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടെ വാങ്ങിച്ചപ്പോൾ കൂടിപ്പോയി ഒരു 500 രൂപ അടുപ്പിച്ച് ആയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീശപ്പം നമുക്ക് ഇതിലുണ്ടാക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ ഇഡ്ഡലി തട്ടത്തിൽ വെള്ളം ആവിയിൽ വരുന്ന അതിൽ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ അത് സെറ്റാകുമ്പോൾ നമ്മൾ തിരിച്ച് എടുത്ത് നമുക്കത് കഴിക്കാം കേട്ടോ. അപ്പം നല്ലൊരു സോഫ്റ്റൻസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇഡ്ഡലി കുട്ടുകത്തിൻ്റെ അകത്താണ് ഇത് ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത് വാങ്ങിച്ച നല്ല എളുപ്പമാണ് കേട്ടോ. ഇടിയപ്പം അപ്പോൾ നമ്മൾ കുറേ തവണ നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഇപ്പോൾ 1, 2, 3 ഒക്കെ കഴിക്കുന്ന അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എളുപ്പം പണി തീരും. അപ്പം ഞാനിതിലങ്ങനെ തേങ്ങയൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. തേങ്ങ ഇടാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ തേങ്ങ ഇട്ടാൽ നമുക്ക് കൂടുതലും അത് എന്താ പറയണ്ടേ, ഒരു രുചി കിട്ടത്തില്ല. എനിക്ക് തേങ്ങ ഇടാതെയാണ്, നമ്മൾ ഇടിയപ്പത്തിന് തേങ്ങ ഇടും, വീശപ്പത്തിന് തേങ്ങ ഇടാതെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീശപ്പം ചെറിയ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം വലിയ മുറുക്കമൊന്നും ഇല്ല കേട്ടോ. എനിക്കിങ്ങനെ ആ വാക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടുള്ള ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ ആറ്റിങ്ങലാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് ഈ മാമത്ത് ഒരു മില്ലുണ്ട്. അപ്പം മാമത്തെ മില്ല് ലാണ് നല്ല ഗോതമ്പ് മാവും ഇത് കണക്ക് അരിപ്പൊടിയൊക്കെ ഉള്ള നല്ല 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 മില്ലാണ് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതാണ്, വിലയും കുറവാണ്, നല്ല മാവുമാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ മാവാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയി വാങ്ങിച്ചതല്ല, ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ വിചാരിച്ചു അടുത്ത തവണ അവിടെ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. നേരിട്ട് മില്ലിൽ പോയി തന്നെ വാങ്ങിക്കാമെന്ന് കരുതിയായിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2ാമത്തെ തട്ടം വെച്ചു. ഇത് 3ാമത്തെ തട്ടം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ പാത്രം വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ഇരുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല ഈസിയാണ്, നമുക്ക് ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ നമുക്കൊരു വീശപ്പും കടലക്കറിയും വെക്കാമെന്നൊക്കെയുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ ഒരുവിധം നല്ല വാക്കാണ് കേട്ടോ. ഇതിൽ പെട്ടെന്ന് ഞാൻ പിഴിഞ്ഞിതാക്കും. അപ്പോൾ നമ്മളെ മാവ് നല്ലതുപോലെ പരുവായിട്ട് കിട്ടിയോണ്ട് നല്ലതുപോലെ ഇടിയപ്പം പിഴിയാനും പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൽ ആരും ഒന്ന് തിരക്കേ അല്ലെങ്കിൽ എന്താ വീഡിയോ ചെയ്യാത്തതെന്നും ആരും പറയുന്നില്ല. പല ചാനലും ഒരുപാട് സബ്സ്ക്രൈബർ ആയാലും ഒരുപാട് കമൻറ്റുകളും ഉണ്ട്. അപ്പോൾ കമൻറ്റുകൾ പോലും എനിക്ക് വളരെയധികം കുറവാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ ഞാൻ മടിക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നു സ്ഥിരമായിട്ട് വീഡിയോ ഇടാമെന്നാണ് കരുതുന്നത്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹോബിയായിട്ട് എന്തെങ്കിലും വേണം. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മടിക്കാറുണ്ട്. നമ്മളങ്ങനെ മടിച്ചാൽ പറ്റാറില്ല. നമ്മൾ എന്തെങ്കിലും മടിയൊക്കെ മാറ്റി എന്തിനെങ്കിലും ഏതിലെങ്കിലും ഇട്ട് മുമ്പോട്ട് വരണം. അപ്പോൾ അതിനു വേണ്ടിയാണ്
ഞാൻ ഡെയിലി വീഡിയോ ഇടാമെന്ന് കരുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ഇനി എൻ്റെ വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പം ബോറായാലും നല്ലതായാലും നിങ്ങൾ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതാ നമ്മൾ ഇഡ്ഡലി കുട്ടുകത്തിൻ്റെ അകത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ആദ്യത്തിനാണ് കേട്ടോ വീഡിയോ പിടിക്കണത്. അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോയും കുറച്ച് ഇടാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു വരുമാനം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാ വീട്ടമ്മമാരും വീട്ടിൽ വെറുതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും കൊച്ചു പണികൾ ചെയ്യുന്നത് അതേ കണക്കൊരു വീഡിയോ ഡെയിലി ഇടാമെന്ന് ഞാനും കരുതുന്നുണ്ട്. അപ്പോൾ ഇതാ കടുക് പൊട്ടിക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. അപ്പോൾ നമ്മളിത് കടലക്കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കടലക്കറി എന്ന് പറയുമ്പോൾ വെള്ള കടലക്കറിയാണ് വെക്കുന്നത് കേട്ടോ. വെള്ള കടലക്കറി നമ്മൾ ആദ്യമേ കുക്കറിൽ വെള്ള കടല ഇട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വാട്ടെന്ന് പറഞ്ഞാൽ വാട്ടി ചെറിയ രീതിയിലൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അതൊന്ന് ഫിസിൽ കേൾപ്പിച്ച് വയ്ക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ കടുക് പൊട്ടിച്ച് അതിലോട്ട് ഇത് ഒഴിച്ച് ആണ് കടലക്കറി വെക്കുന്നത്. അപ്പോൾ ഞാൻ കടലക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം ഇത് കണക്കിന് വാട്ടിയത് വെള്ളവും കടലയും കൂടെ ഉള്ളത് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു. ഇതിൽ കുറച്ച് കടല എടുത്ത് ഞാൻ മാറ്റി വെച്ചായിരുന്നു മിക്സിയിലൊന്ന് അരയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഈ കറി കുറച്ചൊന്ന് കുറുകി വരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത് ചെറിയൊരു വെള്ളം കണക്കാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ നമുക്കിവിടെ കൂടുതലും അതിൻ്റെ അരപ്പ് നല്ലതുപോലെ വേണം കേട്ടോ, കടലയേക്കാളും. അപ്പം ഞാൻ ഏകദേശം അതൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ട് വരണം കേട്ടോ. അപ്പം നമുക്കിനി തേങ്ങ അരച്ച് കറി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പം ഞാൻ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടി ചേർക്കും, മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കും. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ ഞാൻ സാമ്പാർ മസാലയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുരുമുളക്. അപ്പോൾ സാമ്പാർ മസാല യൂസ് ചെയ്തപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ചിലപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വെക്കണമെന്നുള്ളവരോ അല്ലാത്തവരോ ഉണ്ടെങ്കിൽ കടലക്കറി വെക്കിയപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമ്മൾ കടല ഒന്ന് ചെറിയ രീതിയിൽ ഉള്ളി ഒന്ന് വാടിയിട്ട് കടല ഇട്ട് കുക്കറിലിട്ട് വേവിച്ച് അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി കടുക് വറുത്ത് അതിലോട്ട് ഒഴിച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാൻ. ചിലർക്ക് കടല കറി വയ്ക്കുന്ന മസാല കാണും. എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ ഞാൻ അതാണ് ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കും. അപ്പോൾ ഈ ഉപ്പും ചേർത്തിട്ട് നമ്മളിത് നല്ലതുപോലെ വേവിക്കും. പിന്നെ നമ്മളതിൽ കുറച്ച് തേങ്ങയും ഇതിന് മുമ്പ് ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കടലയും കുറച്ച് ഉള്ളി ഇതേ സെയിം അതേ ഇതിനും എടുത്ത് മാറ്റി അതും കൂടെ അരച്ചതിൻ്റെ കൂടെ ചേർക്കും കേട്ടോ. അപ്പോഴാണ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്നും കുരുമുളകാണ് ചേർക്കണം. ഇന്ന് ഞാൻ സാമ്പാർ മസാല പൊടിയാണ് ചേർത്തത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നവർ ഇങ്ങനെ ഒരു ദിവസം ട്രൈ ചെയ്തിട്ട് എനിക്കൊരു കമൻറ്റ് ഇടണം കേട്ടോ. കൊള്ളാമെങ്കിൽ നിങ്ങളെ അഭിപ്രായം ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഈസ്റ്ററിൻ്റെ സാമ്പാർ മസാലയാണ് കേട്ടോ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. കറി നല്ല ആ അരപ്പും കൂടെയൊക്കെ ചേർത്ത് വരുമ്പോൾ നല്ലതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ കറിയാണ് ഏറ്റവും കൂടുതൽ റെഡിയാക്കണത്. പിന്നെ കാപ്പിക്ക് നമുക്ക് വിശപ്പായതുകൊണ്ട് എളുപ്പം നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞാൻ കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് കീറിയിട്ടായിരുന്നു. ആ പച്ചമുളക് ഇതേ കണക്ക് എടുത്ത് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ കീറി അതിൽ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതും കൂടെയൊക്കെ അപ്പോൾ ആ ഒരു എരിവിൻ്റെയും ആ ഒരു ഇതൊക്കെ കിട്ടിക്കോളും കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൻ്റെ അകത്തു നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ പച്ചമുളക് കേടാവാതിരിക്കാൻ വേണ്ടി ടിന്നിലിട്ട് വെച്ചാലും അത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പെട്ടെന്നങ്ങ് കേടായി പോകില്ല കേട്ടോ. നമ്മൾ സാധാ പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്ത് അതിൽ ഇടുന്നത്. പിന്നെ നമ്മളെ ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് കാണുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നും ചെയ്യാനായിട്ടുള്ളൊരു ഇത് വരും. ഞാൻ ഡെയിലി വീഡിയോ എടുക്കാമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. പിന്നെ നമ്മളെ കറിയൊക്കെ ഏകദേശം തിളച്ച് ഏകദേശം പരിവായി വരണം കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് മാവും കൂടി ഉണ്ട്, അതിന് വീശപ്പം ഉണ്ടാക്കണം. അപ്പോൾ അമ്മ അരിയൊക്കെ അടുപ്പിലിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ.
അപ്പോൾ രാവിലെ ഉറക്കം എണീക്കപ്പോൾ അമ്മ അരിയെടുത്തിടും, ഞാനിത് കണക്കിന് ഇവിടെ കുക്കിംഗ് ചെയ്യും. അപ്പം എല്ലാം ഓക്കെ ആവും കേട്ടോ. പെട്ടെന്ന് നമ്മളെ ജോലി അങ്ങ് തീരും. രാവിലെ അരിയെടുത്തിടുകയാണെങ്കിൽ പെട്ടെന്നാണ്, ഏറ്റവും പെട്ടെന്ന് നമ്മളെ ജോലി തീരുന്നത്. അപ്പം നമ്മൾ കടലക്കറി ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നു. ഇനി നമുക്കതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. കുറുക്കിയെടുത്താലേ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതാ നമ്മളിതാ ആ കടലയ്ക്ക് വേണ്ടി കുറച്ച് തേങ്ങയും നേരത്തെ മാറ്റി വെച്ച കടലയും കൂടെ ഇപ്പോഴാണ് കേട്ടോ അരച്ച് ചേർക്കുന്നത്. അപ്പോഴേക്കും ആ കടലക്കറി ഒന്ന് ഏകദേശം ഒന്ന് വറ്റും. അപ്പോഴേക്കും നമ്മൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ കറി. എനിക്ക് കടലക്കറി ആദ്യം വെക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം ഞാൻ ഓരോ ചാനൽ കണ്ടൊക്കെ തന്നെയാണ് വെച്ച് വന്നപ്പോൾ ഇപ്പം എനിക്കത് പല പല മോഡലിൽ ഞാൻ വയ്ക്കും. അപ്പം നമുക്ക് ഏതാണ് ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലതുപോലെ. ഇപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പെരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഇട്ട് പൊടിച്ച ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ അത് കടലക്കറി ചേർത്താൽ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാമെന്ന് കരുതി. അപ്പം നല്ല ഒരു അരപ്പിന് നല്ലൊരു ടേസ്റ്റും കിട്ടും, നമുക്കൊരു രുചിയും കൂടും കേട്ടോ. അപ്പം ഇങ്ങനെ കടലക്കറി ആരെങ്കിലും വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറി. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ബെസ്റ്റാണ്. അപ്പോൾ അതായത് ഇതിൽ കുറച്ച് ഇടിയപ്പത്തിന് ആവിയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നു കേട്ടോ. നല്ലതുപോലെ ആവി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ആവിയൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. രാവിലത്തെ കാപ്പീരിയും രാവിലത്തെ കുറച്ച് തിരക്കുകളും മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിരിക്കണത്. നമ്മൾ ഈ ഒരു ഈ തട്ടോടെ ഇങ്ങനെ എടുത്തിട്ടാണ് അത് നമ്മൾ പ്ലേറ്റിലോട്ട് ഇടുന്നത്. ഇത് നല്ലതുപോലെ ഇങ്ങനെ ആവി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വെന്തു. അപ്പം നമുക്കിനി ഇതിന് ഇങ്ങോട്ടെടുത്ത് മാറ്റണം. അപ്പം ഞാൻ അത് മാറ്റാനായിട്ടുള്ള ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഇത്തിരി നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് കരുതി നമുക്ക് കറിക്കുള്ള അരപ്പൊന്ന് ചേർത്ത് ഒന്ന് ഇത്തിരി കൂടെ കുറുക്കിയെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ നല്ലോണം അരപ്പ് ചേർത്തൊന്ന് കുറുക്കിയെടുത്തു. അപ്പോൾ അതിനുശേഷം പയ്യെ വീശപ്പം ഇങ്ങനെ നമ്മൾ ആ തട്ട് ഇളക്കുന്നത് നല്ല വീശപ്പം കണക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് പാത്രങ്ങളിലൊക്കെ കിട്ടും. നല്ല റേറ്റും കുറവാണ്. പിന്നെ 3 തട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ റേറ്റ് കൊടുക്കണ്ട. നമുക്ക് എളുപ്പം നമ്മളെ ജോലി കഴിയും. ഇടിയപ്പത്തിനേക്കാളും എളുപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ തന്നെ എളുപ്പമൊന്നും. അപ്പം ഞാൻ അങ്ങനെ കറിയിലൊക്കെ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിതാ വീശപ്പം ഉണ്ടാക്കാനായിട്ട് ഉള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ഇതാക്കി വെച്ചാൽ വേവാൻ പാടാണ്. നമ്മൾ ചെറിയൊരു രീതിയിൽ നൈസായിട്ടുള്ളൊരു രീതിയിൽ ഒന്ന് കറക്കി കൊടുത്ത് ഒരുപാട് മാവ് കൂടുതലായിട്ട് വെക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്കിനി ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്ന് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.